ബിനു, മലയാള സിനിമയിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിൻസിയുടെ പരാതി വെളിയിൽ വന്നു. ഷൈൻ ടോം ചാക്കോയാണ് ലഹരി ഉപയോഗിച്ച് അപമര്യാദയായിട്ട് പെരുമാറിയതെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പരാതിയും കൊടുത്തു. മലയാള സിനിമയിൽ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലഹരിയുടെ വ്യാപനം, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല. ദിലീപിൻ്റെ കേസ് ഇതാ വർഷങ്ങളായി അതിൻ്റെ വിധിയിലേക്ക് കിടക്കുന്നു. മലയാള സിനിമ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതൊരിക്കലും രക്ഷപ്പെട്ടില്ലേ? മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടി എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം മലയാള സിനിമയിൽ വർഷങ്ങളായി തന്നെ ഉള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. കാരണം പുറത്തു പറഞ്ഞാൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് കരുതി ഇവരാരും പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒക്കെ പുറത്തു വന്നത്. അതായത് മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായിട്ടാണ് 2017 കേരള സർക്കാർ രൂപവൽക്കരിച്ച അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. മുൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ 3 അംഗ കമ്മിറ്റിയാണിത്. അതിനകത്ത് ചലച്ചിത്ര നടി ശാരദയുണ്ട്, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. 2017 പ്രിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്നാണ് ഇത്തരം ഒരു കമ്മിറ്റിയെ, WCC എന്ന സംഘടന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചത്. 2017 നവംബർ 16 പ്രവർത്തനം ആരംഭിച്ച കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിക്കുകയും ലൈംഗിക പീഡനം, വേതനം, ജോലിയിൽ നിന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തൽ എന്നിവയെക്കുറിച്ച് വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പക്ഷേ ഇത് കുറേ കാലം ഇത് പൂഴ്ത്തി വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, അതിലെ ചില പേജുകൾ പുറത്തു വിടാതിരിക്കുക, പബ്ലിഷ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു. അതായത് 233 പേജുള്ള റിപ്പോർട്ട് 2024 ഓഗസ്റ്റ് 19 പുറത്തുവിട്ടത്. അത് ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത് പുറത്തുവിട്ടത്. അപ്പോൾ അത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേജുകൾ മാറ്റി വെച്ചുകൊണ്ട് ഇത് പുറത്തു വന്നത്. ഏതായാലും ഇതൊന്നും കൊണ്ട് മലയാള സിനിമയിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളോ ഒരിക്കലും ഇല്ലാതാവില്ല. നമുക്കറിയാം, പാർവതി തിരുവോത്ത് എന്ന നടിയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ച് പോയവരാണ്. ഇപ്പോൾ അവർക്ക് ഒരു സിനിമ പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. പൊതുവേ ഈ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ അതിനുള്ളിൽ തന്നെ അങ്ങ് തീർക്കുകയാണ് പതിവ്. അത് ഒരു ലോബി അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും അല്ലെങ്കിൽ അതിന് താഴെയുള്ള നടീനടന്മാരാണെങ്കിലും എല്ലാം അവരുടെ ഒരു ലോബി അതിനുള്ളിലുണ്ട്. ഇവർക്കൊപ്പമാണ് എല്ലാവരും. അതിലേറ്റവും പ്രധാനം, പലപ്പോഴും നമ്മൾ അമ്മയുടെയൊക്കെ യോഗം കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഈ സ്ത്രീകൾ തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്കെതിരായ ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ സ്ത്രീകൾ തന്നെ ഈ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് മലയാള സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന ഇതാണ്. അതുമാത്രമല്ല, ആർക്കെങ്കിലും എതിരെ പരാതി പറഞ്ഞാൽ അവരെ പിന്നെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, അവഗണിക്കുക, അവർ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ ഏത് വിധേനയും പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. വിൻസി നല്ലൊരു നടിയാണ്, നല്ല അഭിനയിക്കാൻ നല്ല കഴിവുള്ള. അതെ. പക്ഷേ ഇനിയിപ്പോ അങ്ങോട്ടുള്ള കാര്യം പരിങ്ങലിലാവും. അതെ. ഇപ്പം അവസരങ്ങൾ നിഷേധിക്കാനുള്ള സാധ്യത ഉറപ്പല്ലേ. കാരണം ഇതിന്റെ ഒരു ലോബി ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പം MP രാജേഷ് അടക്കം വിൻസിക്ക് അനുകൂലമായി രംഗത്ത് വന്നെങ്കിൽ ഇതൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇത് നിൽക്കും. അത് കഴിയുന്നുണ്ടേ ഇവരൊക്കെ തന്നെ ഇതിനുള്ളിലേക്ക് കടന്നു വരും, ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോയും എല്ലാം. അതായത് അതിൻ്റെ ഞാനീ പറഞ്ഞതുപോലെ ഒരു ശക്തമായ ലോബി ഇതിന് പിന്നിലുണ്ട്. അതിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ഒരു നടിക്കോ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. വിൻസിയുടെയൊക്കെ ഇനിയുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും. മിക്കവാറും സിനിമകളിൽ നിന്ന് വിൻസി ഒഴിവാക്കപ്പെടും. നമുക്കറിയാം, ഇത്തരത്തിൽ വിജയബാബുവിനെതിരെയൊക്കെ വന്ന നടികളുടെയൊക്കെ അവസ്ഥ അറിയാം. അതുപോലെ തന്നെ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും ദിലീപിനൊപ്പം തന്നെ മലയാള സിനിമ ഉണ്ട് ഇപ്പോഴും, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ദിലീപിന് പൂർണ്ണ സപ്പോർട്ടാണ്. നമ്മൾ കണ്ടില്ലേ, മറ്റേ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്ത് തലേ ദിവസം അതിജീവിതയ്ക്കൊപ്പം വേദി പങ്കിടുകയും പിറ്റേ ദിവസം ദിലീപിനെ പോയി കാണുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത് ഒരിക്കലും ഇവർക്കെല്ലാം ഈ ഒരു പേടിയാണ്. പലപ്പോഴും അന്തർധാരകൾ ഇത് സജീവമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് നിലപാടുകളില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, നിലപാടുകളില്ലാത്ത ആളുകളാണ് സിനിമാക്കാരെ നമ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും കുതുകാൽ വെട്ട്, അസൂയ, ഇത്തരത്തിലുള്ള എല്ലാം മാഫിയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരി ലോബി പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ, അതായത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ കാണിക്കും. നമുക്കിപ്പോൾ ഇതിനകത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ തിയേറ്ററിൽ ഒരാൾ പോലും കാണത്തില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ബൾക്കായിട്ട് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ലോബിയാണ്. കാരണം സിനിമ വിജയിക്കുക അല്ലെങ്കിൽ സിനിമയെ നന്നാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ലോബിയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഒരൊറ്റ ടിക്കറ്റും കാണില്ല, പക്ഷേ തിയേറ്ററിനകത്ത് ആരും കാണുകയില്ല. ടിക്കറ്റെല്ലാം എവിടെ നിന്നോ ആരൊക്കെയോ ബുക്ക് ചെയ്യുന്നു. ആ രീതിയിലേക്ക് മലയാള സിനിമ മാറി. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പണ്ട് മുതലേ സ്ത്രീകൾ തന്നെയാണ് അതിന് വളം വെച്ച് കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് മുതലേ ഈ മറ്റ് നടിമാർ, പ്രായമായ നടിമാർ ഉൾപ്പെടെയൊക്കെ ഇവർക്ക് നായക നടന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പല ഇതുമുണ്ട്. നമ്മൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പലപ്പോഴും പല നടികളെയും സെറ്റിലൊക്കെ അച്ഛനും അമ്മയും ആയിരിക്കും കൊണ്ടുവരുന്നത്. പുതുമുഖ താരങ്ങളായിരിക്കും. അവരച്ഛനും അമ്മയും കൊണ്ടുവന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് 60-70 ദിവസത്തോളം നീണ്ടു നിൽക്കും. അപ്പോൾ ഇവർ വീടെല്ലാം അടച്ചിട്ടിട്ടാണ് അച്ഛനും അമ്മയും ഈ നടിക്കൊപ്പം നിൽക്കുന്നത്. തൻ്റെ മകളാണ് സിനിമയിൽ വലിയ ആളാകണം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ്. 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമയിലുള്ള തന്നെ മറ്റ് നടിമാർ, പ്രായമായ നടിമാരൊക്കെ ഈ അച്ഛനെ അമ്മയെ സമീപിച്ച് ചോദിക്കും, എത്ര ദിവസമായി വന്നിട്ട്? അത് 10-15 ദിവസമായി. വീടെല്ലാം പൂട്ടിയിട്ടിരിക്കുക. എന്തിനാ നിങ്ങൾ വീടൊക്കെ പൂട്ടിയിടുന്നത്? നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ എല്ലാം ഒരു കുടുംബം പോലാണ്, നിങ്ങളെ മോളെ പൊന്നു പോലെ നമ്മൾ നോക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയും അതിനുശേഷം പിന്നീട് ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ പ്രിയന് മനസ്സിലായി കാണുമല്ലോ. അത്തരത്തിൽ ഒരുപാട് ചതികൾ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മാറില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്. ഇപ്പോൾ സിനിമയിൽ മുഖം കാണിച്ച് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് കിട്ടാതെ വരുമ്പോൾ ആ ലഹരി ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അവരെന്തിനും തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പം ഈ വിജയ് ബാബുവിൻ്റെ കേസിൽ സംഭവിച്ചതും, വിജയ് ബാബുവിൻ്റെ 3 സിനിമകളിലങ്ങാണ്ട് അവർ അടുപ്പിച്ച് നായികയായിരുന്നു. അതിനുശേഷം അവരെ മാറ്റി, നായിക സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴാണ് അവർ പരാതിയുമായി പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ആ പരാതി പല വിധത്തിൽ അത് പോയി ഒത്തുതീർപ്പുണ്ടാക്കി, അതോടൊപ്പം തന്നെ റൂം എടുത്തത് ഇവരുടെ പേരിലായിരുന്നു. അതൊക്കെ കൊണ്ടാണ് അതിൽ നിന്ന് വിജയബാബുവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഏത് ഹേമ കമ്മിറ്റി വന്നാലും നടക്കില്ല. അത് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇപ്പം തുടങ്ങിയതല്ല, മുൻപേ ഉള്ളതാണ്. സിനിമയുടെ പണ്ടൊരു പ്രൊഡ്യൂസർ ഒരു നടിയുടെ ഒരു പുഴയിലുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ വസ്ത്രം ഒഴുകിപ്പോയി, അങ്ങനെ നടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതെ, ഇതിപ്പോ ആ കാലഘട്ടം തൊട്ടേ, മുൻ കാലഘട്ടം തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ലഹരിയും കൂടെയാണ്. ലഹരി മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗുകൾ, ഈ പറയുന്ന കൊക്കൈന്, ഹാഷിഷ്, ഇങ്ങനെ വലിയ ലഹരിയുടെ ഉപയോഗ സിനിമയിലേക്ക് വരുന്നു. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? അതിനൊരു മാറ്റം ഉണ്ടാവുമോ? സിനിമയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അതിന് തടയിടാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ടിനി ടോം അടക്കം പറഞ്ഞത്, എൻ്റെ മകനെ ഞാൻ സിനിമയിലേക്ക് വിടില്ല, കാരണം മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പല്ല് തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ 100 വോൾട്ട് ബൾബിനകത്തേക്ക് 1000 വോൾട്ട് പ്രകാശം കടത്തിവിടുന്നു. അതുപോലെയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ, സിന്തറ്റിക് ലഹരി നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയത്. 100 വോൾട്ടാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടതെങ്കിൽ 1000 വോൾട്ട് പ്രകാശം. അപ്പോൾ ആ ബോഡി വീക്കാവും. അത്തരത്തിൽ പക്ഷേ അത് നിർത്താനും പറ്റില്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഏതായാലും ഇതൊക്കെ ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.